ഹലോ ഫ്രണ്ട്സ്, ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ് എന്നീ ആപ്പിൽ നിന്നൊക്കെ ലോൺ അന്വേഷിച്ച് റിജക്ഷൻ നേരിട്ടവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മൊത്തം ആ ഒരു ആപ്ലിക്കേഷനെ കവർ ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഏകദേശം 5000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണായിട്ട് കൊടുക്കുന്നത്. തിരിച്ചടവ് കാലാവധിയായിട്ട് ഇവർ പറയുന്നത് ഏകദേശം അപ് ടു 365 ഡേ ആണ്. അത് 365 ദിവസ കാലയളവിൽ വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണിന് ടെന്യൂറായിട്ട് ലഭിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്താണെന്നൊക്കെ കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. കൂടാതെ സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരിക്കണം. ഒരു പബ്ലിക്കോ അല്ലെങ്കിൽ എന്ത് കമ്പനിയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു സാലറീഡ് ആയ വ്യക്തി ആയിരിക്കണം. മിനിമം സാലറി ഇവർ പറയുന്ന 30,000 ആണ്. അതിൽ കുറവാണെങ്കിൽ ചില സമയത്ത് അപ്രൂവൽ കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ആവറേജുള്ള സിബിൽ സ്കോറൊക്കെ ഉള്ളവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം ആധാർ, പാൻ കാർഡ്, അതുപോലെ ബാങ്ക് പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവർ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ചോദിക്കുന്നത്. കാസർ ക്രെഡിറ്റ് ആൻഡ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇവർ വിശ്വസിക്കാവുന്ന ഒരു ലെൻഡർ തന്നെയാണ്, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലെൻഡർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ വിശ്വസിച്ച് ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ RBIയുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ പോയിട്ട് ഈ ഒരു ലെൻഡർ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നോക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെയാണ് ലോൺ അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് സാലറി ഓൺ ടൈം പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ്. കാസർ ക്രെഡിറ്റ് ആൻഡ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI അപ്രൂവ്ഡ് ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 4.8 സ്റ്റാർ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിലുണ്ട്. കൂടാതെ എബൌട്ട് ദിസ് ആപ്പ് എന്ന ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഇത്ര ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ തിരിച്ചടക്കേണ്ടി വരും, എത്ര പലിശ വരും, അതുപോലെ എത്രയാണ് EMI വരിക എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നമുക്കിത് ലൈവായിട്ടൊന്ന് അപ്ലൈ കൂടെ ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം വരും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ച് ആ ഒരു ബോക്സിൽ ടിക്കും കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. സോ നമ്മുടെ അടുത്തായിട്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ്. പാൻ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ മാസ വരുമാനം എത്രയാണെന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെയിം, പേഴ്സണൽ മെയിൽ ID, നമ്മൾ ഏത് ജെൻഡറാണ്, അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മൾ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മൾ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, മാരീഡ് ആണെങ്കിൽ മാരീഡ്, അത്രയും കാര്യങ്ങൾ കൊടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തായി നമ്മുടെ റെസിഡൻസ് ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട് ഓൺ കൊടുക്കുക. ഇനി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, വീട്ടിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ, അതുപോലെ ലാൻഡ്മാർക്ക്, നമ്മുടെ പിൻകോഡ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ സാലറിഡ് ആണെങ്കിൽ സാലറിഡ്, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ്, നമ്മുടെ മാസ വരുമാനം, സാലറി എങ്ങനെയാണ് ലഭിക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ അത് കൊടുക്കുക. നമ്മുടെ സാലറി ഡേറ്റ് എന്താണെന്നുള്ളതും കൂടെ അവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മളൊരു സെൽഫി അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ അപ്ലോഡ് ഫയൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാമറ ത്രൂ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഗാലറി ഉള്ളതോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം താഴെ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ യു ആർ എലിജിബിൾ എന്ന്, അതിനുശേഷം എൻ്റർ ഡീറ്റെയിൽസ്, ലോൺ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ലോൺ കാൽക്കുലേറ്റർ ഒക്കെ വരും. നമുക്ക് എന്തിനാണ് ലോൺ വേണ്ടത്, നമുക്ക് എത്രയാണ് ലോൺ വേണ്ടത് എന്നൊക്കെയുള്ള, എത്ര ദിവസത്തേക്കാണ് വേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഓക്കെ കൊടുക്കുക, എത്രയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആക്സെപ്റ്റ്, താഴെ ആക്സെപ്റ്റ് എന്നുള്ളത് കാണിക്കും. നമ്മളവിടെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് തിരിച്ചടക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷം, ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം താഴെ നമ്മൾ ആക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് മുമ്പ് നിങ്ങൾ ലോൺ പർപ്പസ് എന്താണെന്നുള്ളത് കൂടെ ഒന്ന് കൊടുക്കണം. അതിനുശേഷം എല്ലാം ചെയ്തതിന് ശേഷം ലോൺ ആക്സെപ്റ്റ് എന്ന് പറയുന്ന താഴത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സൈറ്റിലാണോ അല്ലെങ്കിൽ റിമോട്ടായിട്ടാണോ, അതോ നമ്മുടെ ഒഫീഷ്യൽ മെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നമ്മുടെ കമ്പനി ടൈപ്പ്, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ്, അതല്ല മറ്റ് കമ്പനികളാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്. അതിനുശേഷം നമ്മുടെ ഓർഗനൈസേഷൻ നെയിം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നമ്മൾ എത്ര വർഷമായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ള ഡീറ്റെയിൽസ് കൂടെ അവിടെ ഒരു താഴെ കൊടുക്കുക. എംപ്ലോയ്മെൻറ്റ് സിൻസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ
നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സ്, അതായത് ഓഫീസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഓഫീസിൻ്റെ പിൻ കോഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ നെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അവിടെ നമ്മുടെ ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട്, ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്ക് ചോദിക്കുന്നുണ്ട്, പാൻ കാർഡ്, അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ഒരു ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ്. ഇത്രയും കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഏകദേശം 5000 രൂപ അപ്രൂവൽ ആയിട്ടുണ്ട്. അവിടെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ആ പ്രോസസ്സിംഗ് മാറി അവിടെ അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്